നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചടങ്ങായി തന്നെ എല്ലാം നടത്തണം. അതിന് കുറച്ച് പണം തന്നേ പറ്റൂ. ഷെടാ, ഒരു ഉപകാരം ചെയ്തതിന് ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ തന്നെ കൊണ്ട്. ഒന്നാമത് തന്റെ ഈ മുഖത്തിനും രൂപത്തിനും പഞ്ഞം പറയുന്ന വാക്കുകൾ ചേരുന്നില്ല. അത് കാണുമ്പോ തന്നെ മനുഷ്യന് ദേഷ്യം വരും. അതുകൊണ്ട് ഇനി നിന്ന് തിരിയാതെ താൻ പോ. പണം ഞാൻ എത്തിച്ചു തന്നോളാം. പോരെ? മതി, ധാരാളം മതി. ഓക്കെ, വലിയ ഉപകാരം. ഓ, അതെ, ശിവേണ്ണ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പണം ചോദിക്കുന്നത്? നിങ്ങളത് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? എന്തിടപാട്? അയാളുടെ കുഞ്ഞിന്റെ ആവശ്യത്തിന് എന്നോട് കടം ചോദിക്കുന്നു. പാവം കരുതി ഞാനത് കൊടുക്കുന്നു. എല്ലാത്തിലും സംശയം ഉണ്ടാവുന്ന നിനക്ക് ഇതിലും സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി അയാൾ പണം ചോദിച്ചു വരുമ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് വിടാം. നീ കൊടുത്താ മതിന്നേ. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോ ഒളിഞ്ഞു നിന്ന് കേട്ടോണം. മനസ്സിലാവുന്നില്ല നിന്റെ ഉദ്ദേശങ്ങളെ, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ. നന്ദന്റെ ഭാര്യയായി ഞാനും എന്റെ കെയർ ഓഫിൽ നീയും അവിടെ നുഴഞ്ഞു കയറിയതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കുടുംബത്തെ തകർക്കുക. എണ്ണം പറഞ്ഞ് അവിടെയുള്ള ഓരോന്നിനെയും തീർത്തിട്ട് മറ്റെവിടേക്കെങ്കിലും പോവുക. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? ഒരു താലിയും കൊണ്ട് നടക്കുന്നു. ഇനി ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ വലിയ പ്രശ്നമാവും അത്. എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നം അവിടെ വരാനുള്ളത്? നീ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളുമായി എത്ര വർഷമായിട്ട് നീ അവിടെ ജീവിക്കുന്നു? നിന്നെ കൊണ്ട് എന്തിനെങ്കിലും കഴിഞ്ഞോ? അതുകൊണ്ടാണോ നീ സ്നേഹയുടെ പുറകെ നടക്കുന്നത്? നിന്റെ കുഴപ്പം എന്താന്ന് എനിക്കറിയാം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ ഇപ്പൊ പറഞ്ഞ എന്റെ ആ കുഴപ്പം മാറ്റാൻ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല. നീ അന്ന് കണ്ടതല്ലേ എന്നോടൊപ്പം ഇറങ്ങി വരാൻ അവൾ തയ്യാറായി നിന്നത്. ഞാൻ കൂടെ കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താ? എനിക്കറിയാം അവളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3-ന്റെ അന്ന് ഒരു ഒത്തുതീർപ്പിന് സേതുമാധവൻ എന്റെ മുന്നിലേക്ക് വരുമെന്ന്. എന്നിട്ടും ഞാനത് ചെയ്യാത്തത് നേരത്തെ നീ പറഞ്ഞ നമ്മൾ തീരുമാനിച്ച ലക്ഷ്യങ്ങൾ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാ. ഇത് നീ ഇത്രയും വർഷം അവിടെ നിന്ന് ചെയ്തതുപോലെയല്ല. എന്റെ ഉദ്ദേശവും വഴിയും വേറെയാ. ചതി, സ്നേഹത്തിലൂടെയുള്ള നല്ല ഒന്നാം തരം ചതി. മരുമകളായി നിന്ന് പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവന്തികയുടെ ചതിയല്ല ഇത്. മനസ്സ് തുറന്ന് ഹൃദയം കൊടുത്തുകൊണ്ടുള്ള ചതി. ചിലപ്പോ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ കൂടുതലെടുത്താലും നെല്ലിശ്ശേരിയെ ആട്ടപ്പടലം തകർക്കാൻ എന്റെ ഈ സ്നേഹത്തിന് കഴിയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.